ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജാതിക്ക പൊട്ടിക്കുന്ന ഒരു മെഷീനാണ്. ജാതി കർഷകർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനായിരിക്കും ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം പുറകുവശത്ത് ഒരു മോട്ടർ കാണാം. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൊരു സ്വിച്ചും ഉണ്ട്. അതുകൂടാതെ മോട്ടറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നോബും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 കിലോ ഉണങ്ങിയ ജാതിക്കായ എടുത്തിട്ടുണ്ട്. ഈ ജാതിക്കായ നമുക്ക് നേരെ അതിൻ്റെ മെഷീൻ്റെ മുകളിൽ കാണുന്ന ഹൂപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ പുറകിലുള്ള ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ജാതിക്കായുടെ ഷെല്ലൊക്കെ പൊട്ടി പരിപ്പ് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഡെലിവറി സൈഡിൽ നമ്മളൊരു മെഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷെല്ലും പരിപ്പും വേർതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജാതിക്കായ പൊട്ടി വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഷെല്ലും പരിപ്പും നമുക്ക് വേർതിരിച്ച് കിട്ടും. ആക്യുറസിക്കും എഫിഷ്യൻസിക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബ്ലേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിപ്പ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 കിലോ ജാതിക്കായാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടായിരുന്നത്. ഇപ്പോൾ 20 സെക്കൻഡ് കൊണ്ട് നമുക്കിത് ഫുൾ പൊട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് നന്നായി ഉണങ്ങിയ ജാതിക്കായ ആയതുകൊണ്ട് മോട്ടർ ഫുൾ സ്പീഡിലാണ് പ്രവർത്തിപ്പിച്ചത്. മോട്ടർ ഫുൾ സ്പീഡിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ നമുക്ക് 500 കിലോയിൽ കൂടുതൽ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി പൊട്ടിക്കിട്ടിയ പരിപ്പ് നമുക്ക് നോക്കാം. ഏകദേശം 90% കായകളും പൊട്ടിയതായിട്ട് നമുക്കിതിനകത്ത് ഇപ്പോൾ കാണാവുന്നതാണ്. പൊട്ടാത്ത കായകളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മെഷീനിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാം പരിപ്പ് ഒന്നും തന്നെ പൊട്ടിപ്പോയിട്ടില്ല. അതിൻ്റെ ഷെല്ല് മാത്രമാണ് പൊട്ടിയിട്ടുള്ളൂ. പക്ഷേ ഡാമേജ് ഉള്ളതോ ഉണക്ക് കുറവുള്ളതോ ആയ കായകളാണ് ഇടുന്നതെങ്കിൽ പരിപ്പും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പരിപ്പ് മാത്രം ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പരിപ്പ് മാത്രം മെഷീനിൽ ഇട്ട് പൊട്ടിച്ചാലും പരിപ്പിന് ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. ഏകദേശം 1 വർഷത്തോളം റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഷീൻ്റെ ഫൈനൽ ഡിസൈനിലേക്ക് എത്തിയത്. അതിനുശേഷം നമ്മൾ കുറച്ച് കച്ചവടക്കാർക്ക് ഇത് വിതരണം ചെയ്തിരുന്നു. അവരിൽ നിന്നുള്ള അഭിപ്രായം കൂടി കിട്ടിയതിന് ശേഷമാണ് 1 മണിക്കൂറിൽ 500 കിലോയിലധികം പൊട്ടിക്കാവുന്ന ഈ മെഷീൻ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഈ മെഷീൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്.